ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനും ഇവളുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് ഗ്രീൻ കളറുള്ള ചിക്കൻ കറി വേണം. ഗ്രീൻ കളറുള്ള ചിക്കൻ കറി ഗ്രേവി. എടി ഗ്രീൻ കളറോ? ആ ഗ്രീൻ കളർ. ഞാനൊരു ഹോട്ടലിൽ നിന്ന് ഗ്രേവി ആയിട്ട് എടി 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 മറ്റേ മസാലയൊന്നും ഇല്ലാണ്ട് ഞാൻ പറഞ്ഞുതരാം. വാ. ഗ്രീൻ കളർ. ആ ഗ്രീൻ കളറിൽ ഞാൻ പറയണ സാധനം ഒന്ന് അരച്ചെടുത്തേ, കളിക്കാണ്ട്. വാ. ഇത് മല്ലിയില, ഇത് പുതിനയിലയാണ്, ഇഞ്ചി അതിൻ്റെ അകത്ത് ജാറിനകത്ത് എടുത്ത് വെച്ചേ. അത്ര മതിയോ? ഇട്. വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പ്രാന്തം പാടില്ല. ഇട് ഇട്. വെള്ളമില്ല എന്നൊക്കെ ഇട്ടേ നോക്കുന്നുണ്ടോ? പറ. ഇതെന്നെ നോക്കിയിട്ട് ഈ കൂട്ടത്തിലേക്ക് പെരിഞ്ചീരവും കസ്കസാണ്. കസ്കസ് നന്നായി ഞാൻ ഓണം ചെയ്തു. ഇത് കാഷ്യൂനട്ടും കൂടി കുറച്ചേ കിട്ടുള്ളൂ. അതിൻ്റെ അടുത്ത പകുതി തിന്നുമല്ലേ, പിന്നെ എങ്ങനെയാ? കുറച്ച് കാന്താരി മുളകും കൂടി എടുക്കണം. പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് കാന്താരി ഇടുന്നത്. എരിവിന് ഒരു 10-15 ലിറ്ററി എണ്ണ എണ്ണിട്ടിടും. ഞങ്ങൾ 3 പേരും 3 വേറെ വേറെ ഇടുന്നത്. അതിന് ഇട്ടോടി, വേറെ ഇടുന്നില്ലല്ലോ നമ്മൾ. പച്ചമുളക് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് ഇഞ്ചാണല്ലോ നിങ്ങൾ കുറച്ചുകൂടെ ഉണ്ടാക്കണേ. ആ ശരി, ഓക്കെ, മതി മതി മതി. അതുപോലെ പേസ്റ്റ് ആക്കി അരച്ചെടുത്ത് വയ്യത്തു. അരയ്ക്കുന്നോടം വരെ സുദർശനിക്ക് ഒരു ചെറിയ പണി തരാവേ. ഈ പെരിഞ്ചീരകം എടുത്തെണ്ണയിലിട്ട് പ്ലേറ്റ് കഴിപ്പിക്കുക. പെരിഞ്ചീരകം, ഇത് ഗ്രാമ്പൂ. ഇത് വേഗം വിടടി. ഇത് പിന്നെ ഏലക്ക, ഈ കുരുമുളകും പച്ച എല്ലാം കൂടി മൊത്തത്തിലിടും. കറി എന്ന് പറഞ്ഞ സാധനം ഇതിനകത്ത് അരിഞ്ഞു വെച്ചേക്കണ സബോളയും കൂടി ചേർക്കാം. കുറച്ച് ഉപ്പിട്ട് വഴറ്റുക. നിങ്ങൾ ചിക്കൻ്റെ അകത്ത് ഉപ്പ് കഴിഞ്ഞത് ബിരിയാണിക്കൊക്കെ മറ്റേ സർബസുഗന്ധി എന്ന് പറഞ്ഞൊരു ഇലയില് വീട്ടിലിത് അമ്മച്ചിയുടെ വീട്ടിലില്ല. പക്ഷെ ഇത് ഗ്രാമ്പൂൻ്റെ ഇല പറയുന്നുണ്ടല്ലോ, നീളമുണ്ടല്ലോ. കറുത്ത ഒരു ഇതുപോലത്തെ ഇല കാണില്ല. കരിയിലയാ? കരിയില ഒന്നെങ്കിൽ സർവ്വസുഗന്ധിയോടെ ആയിരിക്കണം ബിരിയാണി ഇല. പക്ഷെ തന്നെ ഗ്രാമ്പൂൻ്റെ ഇല എന്തെങ്കിലും ആട്ടെ. കാര്യമില്ല, സൂപ്പർ മണമാണ്.
മൂക്കും കൊണ്ട് പൊള്ളിച്ചേക്കരുത്. ഇപ്പം മണത്ത് നോക്കി അതിന്റെ ടേസ്റ്റ് പോകും. ഇവളുമാരെ കൊണ്ട് ഞാൻ നോക്കി എന്റെ നാടി. ഇപ്പൊ നമ്മൾ ചെയ്ത സംഭവം തമിഴിലൊന്ന് പറഞ്ഞാൽ ഗ്രീൻസ് ചിക്കൻ ചെയ്വത് എപ്പടി. കൊഞ്ചം മല്ലിയിലയും മല്ലിയില എടുത്തു മല്ലിയില എടുത്തു கொஞ்சம் மல்லி இலை, அப்புறம் புதினா இலை, கொஞ்சம் பச்சை மிளகா, சிறிய வெங்காயம், ജീരകം അല്ല പെരുംജീരകം, സോമ്പ്, പിന്നെ മറ്റേ பூண்டு கஸ்கஸ் இதெல்லாம் சேர்த்து நல்லா மையாக அரைத்து கொள்ள வேண்டும். என்னடி இது. அதுக்கப்புறம் கடாயில் சிறிதளவு தேங்காய் எண்ணெய் ஊற்றி அதுக்குள்ள கிராம்பு, സബോള, പെരിയ വെങ്കായം, ഏലക്ക, കുരുമുളക്, മിളക്, கொஞ்சம் உப்பு போட்டு நன்றாக வதக்க வேண்டும். ഓക്കെ, ഇനി ഈ പേസ്റ്റ് ചേർക്കാം. എന്നാടി ഇത് ചേർക്കാം. തമിഴ് പറഞ്ഞോട് ചേർക്ക്. പുതിന ഇല എടുത്ത്, പുതിന ഇല മാത്രമല്ല അന്ത പേസ്റ്റ്, പുതിന ഇല പേസ്റ്റ് കുറച്ചുള്ളൂ ലോടി, കുറച്ചുള്ളൂ, കുറേ കൂടി വേണമായിരുന്നു. അപ്പുറം ചിക്കന് കുറച്ച് മല്ലിയിലയും കൂടി എൻ്റെ ഇട്ടൊന്ന് നല്ല പച്ച കളറാവുള്ളൂ. കുറച്ചേ ഉള്ളൂ. വെള്ളം വയ്ക്കട്ടെ? ലാസ്റ്റ് വെള്ളം ഒഴിക്കാം. വേഗം നരച്ച് ഇച്ചിരി കൂടി ഇടും. മിണ്ടരുത്. വേറെ വല്ലതും പറയാനാണെങ്കിൽ ഇത് കണ്ടിട്ട് നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചോ. ബാക്കി പച്ചക്കറി എണ്ണ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ അത്ര അവിടെ എടുത്തില്ലായിരുന്നു. അതുകൊണ്ട് വീണ്ടും പുതിനയില അരയ്ക്കാൻ പോയി. പുതിനയില മല്ലിയില ഇത് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം കൂടി ഒഴിക്കടി. അത് തിളച്ച് അതിൻ്റെ എണ്ണ തെളിയട്ടെ. രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ വീഴും. കണ്ടിട്ട് വല്ല ചാണകം പൊടുക ഇരിക്കരുത്. ഇച്ചിരി വെള്ളം കഴുകിയിട്ട് കുറച്ച് ഒത്തിരി വെള്ളം ഒഴിക്കണേ. ചിക്കൻ്റെ അകത്ത് വെള്ളമുണ്ട്. വെള്ളം ഒഴിക്കാൻ പറഞ്ഞിട്ട് അത് മതി. നിന്നോട് ആരോ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. അത് കഴുകിയ വെള്ളം ഒഴിക്കാനാ പറഞ്ഞ. നീ പിന്നെ വെള്ളം ചേർക്കണല്ലാത്തിനാ. ഈശ്വര, നിങ്ങളെ കൂടെ ഉണ്ടാക്കി ഞാൻ കഴിക്കുവോ? കഴിക്കും. ഈ കുറച്ച് നേരം തിളക്കട്ടെ. അവിടെ വെക്കും, മൂടി വെക്കിച്ചിരി നേരം. കുറച്ച് തേങ്ങ കൂടി നമുക്ക് ചിരുകി അരച്ച് ചേർക്കാം.
പെണ്ണുങ്ങളെ കൂടെ ഞാൻ തോറ്റി. ഒരുത്തനക്ക് കൈ വേദനിക്കുന്നുണ്ടോ? എനിക്ക് അറിയാൻ വേണം. ഇവളെ കുറച്ച് നേരം ചെറുപ്പം പഠിപ്പിച്ചേടി. ഇങ്ങനത്തെ പണിയാണെങ്കിൽ നിങ്ങൾ അടുക്കള ഞാൻ നിർത്തില്ല. ഒരുത്തി അരയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഡാൻസ് കളിച്ചോണ്ടിരിക്കും. തേങ്ങ അരച്ചതും കൂടി പേസ്റ്റായിട്ട് അരച്ചതും കൂടി ചേർക്കണം. വേറെ വെള്ളം ചേർത്തിട്ടുണ്ടാവും. കുറച്ച് വെള്ളം കോരി കൊടുത്തേക്ക് ഒരു ഗ്ലാസ്. നീന്ന് കിണറ്റിന്നാണ് പോകുന്നത്, പുറത്തുനിന്ന് പോകുന്നത്. ഒരു ഗ്ലാസ് പറഞ്ഞ ഒരു മുണ്ട വെള്ളം കൂടെ കൊണ്ടുപോകാം. ഒത്തിരി നേരം നിൽക്കത്തില്ല, വേഗം ചെയ്യും. അതില്ലാത്തേക്ക് ഒഴിക്കുക, എന്നിട്ട് ഒന്നിച്ച് കഴിയുക. എല്ലാ ഭാഗവും ചുറ്റിച്ചിങ്ങനെ അവസാനം എന്നെ കൊണ്ട് തന്നെ നമ്മളെ ചെയ്യിപ്പിക്കാതെ. ഇതേ തേങ്ങ ഇരിക്കുന്നത് വെറുതെ വേസ്റ്റാക്കല്ലേ. ഇളക്കിക്കടി പൊൻസോ, ഇളക്കണം. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കളയാണ്ട് പയ്യ ഇളക്കണം. ഓ, ഇതിളക്കാനുള്ള അറിവില്ല. നീ വന്നെടി. രസമല്ല, അത് ചിക്കൻ കറിയാ. ഒരിച്ചിരി ഉപ്പെടുത്തടി. ഉപ്പെടുക്ക. കുറച്ചിട്ടോ ഇട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർക്കുകയാണെങ്കിൽ വേവാനുള്ളതാണ്. നിൽക്കുക, ഒത്തിരി ഇട്ട് ഇളക്കല്ലേ, ചിക്കൻ ഉടഞ്ഞ് നാശമാവും. അല്ല, പയ്യ അതിൻ്റെ അടിഭാഗത്ത് ചേർത്തിങ്ങനെ കറക്കി വിട്ടാൽ മതി. അടച്ചു കിട്ടേ വേകട്ടെ. നമുക്ക് തുറന്ന് നോക്കാം. ഇളക്കി കീറി നാളെ മണം പിടിച്ചുകൊണ്ട് പോയി. വെള്ളം കുറച്ചും കൂടി പറ്റി ഗ്രേവി ആയിട്ട് വരും. കുറച്ച് കുരുമുളക് പൊടി അത് മൊത്തം ഇട്ടോ. ഒരു ഇച്ചിരി ഉള്ളൂ, അതൊരു 10 പ്രാവശ്യം ഇടും. ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇടാം. എനിക്ക് ഇതിൻ്റെ മധുരം നിൽക്കണം. അപ്പോൾ ഇച്ചിരി കാഷ്നട്ടല്ലേ കിട്ടുള്ളൂ. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആരാദ്യം ടേസ്റ്റ് ചെയ്തെന്ന് പറയാം. കൊള്ളത്തില്ലേലും നല്ലതാന്ന് പറയണേ. കോരി നുണച്ചി നല്ലതാണോ? എരിവൊന്നുമില്ല അതിന്. എരിവ് വേണ്ട, എനിക്ക് ഓൾറെഡി അൾസറല്ലേ. നിങ്ങളും ഇപ്പം അങ്ങനെ എരിവ് തിന്നണ്ട. മസാല ഒന്നും ഇല്ലാണ്ട് ഒത്തിരി എരിവൊന്നും കൂട്ടാണ്ടിരിക്കുന്നത് നല്ലത്.